ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് ഈ വീടുകൾ വാടകയ്ക്ക് കൊടുക്കുന്നതും എടുക്കുന്നതും ആയിട്ടുള്ള അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വാടക വീട് എടുക്കുന്നവർ കൊടുക്കുന്നവർ നിങ്ങൾ ചില കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ വാടക വീട് ചോദിച്ച് വരുന്നത് ആരാണെന്നും എന്താണെന്നും ഒന്നും നമുക്കറിയില്ല. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. വാടക നമ്മൾ ചോദിക്കുന്ന വാടക തരാമെന്ന് പറയുന്നു, ചിലപ്പോൾ വില പേശുന്നു, പിന്നെ നമുക്ക് പറ്റുന്നതാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ വരുന്നവർ അവർക്ക് പറ്റുന്നതാണെങ്കിൽ എടുക്കുന്നു, ടോക്കൺ അഡ്വാൻസ് തരുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇനിയെങ്കിലും അവരുടെ എന്തെങ്കിലും ഒരു ആധാർ കാർഡോ അവർക്കുള്ള വില കൂടിയ രേഖകൾ ഏതെങ്കിലും ഒന്ന് വാങ്ങി വെച്ചിട്ട് വേണം വീട് കൊടുക്കാൻ. അതുപോലെ തന്നെ വീട് എടുക്കുന്നവർ, നിങ്ങൾ ഈ തീരെ കുഞ്ഞു കുട്ടികളെ കൊണ്ട് ഒരുപാട് ഉൾപ്രദേശങ്ങളിൽ പോയി വീടെടുക്കരുത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വാടകയ്ക്ക് കിട്ടുന്ന വീടല്ലേ എടുക്കാൻ പറ്റുമെന്ന്. ശരി, അങ്ങനെ അഥവാ നിങ്ങൾ പോയി താമസിക്കേണ്ടി വന്നാലും നിങ്ങളുടെ തൊട്ടടുത്തെങ്കിലും ഒരു വീട് ഉണ്ടായിരിക്കണം. ഇപ്പോൾ വീട്ടിൽ തന്നെ പ്രശ്നം ഉണ്ടാകണമെന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആർക്കെങ്കിലും ഒരു വയ്യാഴിക വന്നാലും എന്തിനെങ്കിലും നിങ്ങൾക്കൊന്ന് ഓടിച്ചെന്ന് വിളിക്കാൻ ഒരു അയൽ വീടും അവിടെ ആൾക്കാരും ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് താമസിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ ചിലർ പറയും, ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുന്നതെന്ന് വെച്ച് ഞങ്ങൾക്ക് ആരോടും ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇഷ്ടമില്ല, ഞങ്ങൾ ആരോടും അങ്ങനെ മിണ്ടത്തൊന്നുമില്ല. അങ്ങനെ അത്ര വലിയ ഗമയൊന്നും കാണിക്കണ്ട. ആർക്കാ എപ്പോഴാ എന്താവശ്യമാണ് വരുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ പരിസരത്തോ അയൽക്കാരോടൊക്കെ നമ്മൾ സ്നേഹത്തിൽ സംസാരിക്കുകയും ചെയ്താലേ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം നേരിട്ടാൽ ആദ്യം നമ്മുടെ അയൽക്കാർ ഓടി വരുള്ളൂ. അതായത് ഈ വാടകയ്ക്ക് താമസിക്കുന്ന വീടിനെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പം തന്നെ ഈ 1.5 വയസ്സുകാരൻ എൻ്റെ പ്രശ്നങ്ങളുമായിട്ട് നമ്മളെല്ലാവരും വീഡിയോയിൽ കണ്ടു. അവൻ്റെ വീട്ടുകാരെടുത്ത ആ ഒരു വീട് എത്രയോ ആ റോഡിൽ നിന്ന് വഴിയിൽ നിന്ന് ഉൾവലിഞ്ഞ് അകത്തോട്ട് ഒരുപാട് ദൂരെ ഒരു കാടിൻ്റെ ഇടയ്ക്കാണ് ആ വീടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അയൽവക്കങ്ങൾ കുറവാണ്. പിന്നെ ഇവരാരോട് സഹകരിക്കാത്തതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെ ഇവരുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളുണ്ടായാൽ തന്നെ ആരും തിരിഞ്ഞു നോക്കത്തില്ല. ഓണേഴ്സിൻ്റെ അടുത്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയണം, എവിടെയാണ് എന്താണ്. അല്ലെങ്കിൽ ഓണേഴ്സ് തിരിച്ച് അവർ വാടകയ്ക്ക് വീട് കൊടുത്തിരിക്കുന്നവരുടെ ഡീറ്റെയിൽസ് അവരറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇനി ഒരു വീടുകളിലും ഉണ്ടാകരുത്. വാടകയ്ക്ക് താമസിക്കുന്നവരെ പറ്റി അയൽക്കാരെങ്കിലും അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഓണറുണ്ടല്ലോ, 1-2 പേരോടെങ്കിലും പറഞ്ഞിരിക്കണം, ഞങ്ങളുടെ വീട് ഇന്നവരാണ് താമസിക്കുന്നത്, അവിടെ കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത്, അങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചോളണം, അല്ലെങ്കിൽ അവിടെ വയസ്സായവരാണുള്ളത്, ഒന്ന് ശ്രദ്ധിച്ചോണം, എനിക്കെപ്പോഴും വന്നു പോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ്. പിന്നെ എല്ലാത്തിലുപരി ഈ താമസിക്കുന്നവരുടെ ഒരു സഹകരണമായിരിക്കും മറ്റുള്ളവർ നിങ്ങളെ കരുതുന്നത്. അപ്പോൾ ഒരു പ്രശ്നം നേരിട്ടാലും പെട്ടെന്ന് ആൾക്കാർക്ക് ഓടി എത്താനായിട്ട് തോന്നും. അല്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും, അവർ വലിയ ഗമക്കാരാ, അവർ കണ്ടാൽ പോലും ഒന്നും മിണ്ടത്തില്ല, തിരിഞ്ഞു നോക്കത്തില്ല, ചിരിക്കത്തില്ല. ഇങ്ങനെ ആൾക്കാർ അവോയ്ഡ് ചെയ്യും. അപ്പോൾ എപ്പോഴും ആദ്യമേ ഞാൻ പറയുക, നിങ്ങൾ നല്ല അയൽവക്കങ്ങളുള്ള ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത്, തീരെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഉള്ളവരാണെങ്കിൽ ഇച്ചിരി വെട്ടവും വെളിച്ചവും അയൽക്കാരും അയൽ വീടുകളൊക്കെ ഉള്ള സ്ഥലം നോക്കി വീടെടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അപ്പോൾ ഒരു വയ്യാഴിക വന്നാൽ പോലും ഇറങ്ങി ഒരു അയൽപക്കത്തുള്ളവരെ വിളിക്കണമെങ്കിൽ നമ്മൾ താമസിക്കുന്നതിൻ്റെ അയൽപക്കങ്ങൾ അവിടെ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണ്ടേ, എന്നാലല്ലേ നമുക്കത് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ 1.5 വയസ്സുകാരൻ്റെ വീടും പരിസരമൊക്കെ കണ്ടപ്പോൾ ഞാനങ്ങ് അതിശയിച്ചു പോയി.
നല്ലൊരു വഴി പോലുമില്ല. ചിലവർ വലിയ വീടും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആളും അനക്കവും ഇല്ലാതിരിക്കും. അതും വല്ലാത്തൊരു എന്ത് പറയാൻ, ഒരു മൂകത പോലെ തോന്നും. എപ്പോഴും തീരെ കുഞ്ഞു കുട്ടികളുള്ളവർ കുറച്ച് ആൾവാസം ഉള്ളിടത്ത് താമസിക്കാൻ തന്നെ ശ്രദ്ധിക്കണം. അപ്പം ഞങ്ങളുടെ പൈസയ്ക്ക് ഒത്തതേ എടുക്കാൻ പറ്റൂ, അവിടെ കിട്ടിയുള്ളൂ വീട്, ഇവിടെ കിട്ടിയുള്ളൂ വീട്, കിട്ടാനില്ല എന്നൊക്കെ കഴിവുകൾ ഒരുപാട് പറയാൻ പറ്റും. പക്ഷേ എങ്കിൽ പോലും നമ്മളിപ്പം ചിലവർ താമസിച്ചുകൊണ്ടിരിക്കുമ്പം ഓണർ പെട്ടെന്ന് വന്ന് പറയും, ഇന്ന ദിവസം മാറി തരണം കേട്ടോ, ഞങ്ങൾക്ക് അത്യാവശ്യമുണ്ട്, ഞങ്ങൾക്ക് അല്ലെങ്കിൽ മക്കളുടെ കല്യാണം വരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മെയിൻ്റെനൻസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ പറയും. അപ്പോൾ അവരോട് നമ്മൾ മാന്യമായിട്ട് പറയണം, ഞങ്ങൾ വീട് നോക്കുന്നുണ്ട്, എത്രയും വേഗം മാറിത്തരാം, ഞങ്ങൾക്കൊരു വീട് കിട്ടുന്നത് വരെ ഞങ്ങൾക്കൊരു സാവകാശം തരണമെന്ന് പറഞ്ഞാൽ അവർ കേൾക്കാതിരിക്കത്തില്ല. അപ്പോൾ ഓണർമാരോടും നല്ല സൗഹൃദം വെച്ച് പുലർത്തണം. അതുപോലെ തന്നെ താമസിക്കുന്ന പരിസരത്ത് ഇപ്പം എല്ലാവരോടും ചെന്ന് മിണ്ടി സൗഹൃദം സ്ഥാപിക്കണമെന്നല്ല, നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നതിൻ്റെ പരിസരത്ത് ആരോടെങ്കിലുമൊക്കെ മിണ്ടി നമ്മുടെ വീട് ഇവിടെയാണ്, നിങ്ങളിവിടുത്തെ താമസക്കാരാണോ എന്തെങ്കിലുമൊക്കെ ചോദിച്ചൊരു സൗഹൃദം ഉണ്ടാക്കി വയ്ക്കണം. ഇപ്പം അമിത സൗഹൃദം കാണിക്കണമെന്നല്ല, നമ്മളാരാണ്, നമ്മളെവിടുത്തുകാരാണ് എന്ന് വാടകയ്ക്ക് താമസിക്കുന്ന വീടിൻ്റെ അയൽപക്കത്തുള്ളവരറിയണം. അപ്പോൾ പറയും, അവരറിഞ്ഞില്ലെങ്കിൽ എന്ത്, അങ്ങനെ ചോദിക്കാൻ വരട്ടെ, അറിഞ്ഞിരിക്കണം. കാരണം ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ കുഞ്ഞിന് ഇത്രയും പ്രശ്നം അവിടെ നേരിട്ടിട്ടും ആരും അറിയാതെ പോയതിൻ്റെ കാരണം അവിടെ നല്ലൊരു അയൽപക്കം ഇല്ല, അല്ലെങ്കിൽ അയൽപക്കക്കാരോട് സഹകരിക്കാൻ ഇവർക്ക് മടിയായിരുന്നു. ഈ ഒരുപാട് ഉള്ളിൽ ദുരൂഹതകളും പ്രശ്നങ്ങളും കാര്യങ്ങളും വെച്ചിരിക്കുന്നവർക്കാണ് തൊട്ടടുത്തുള്ളവരോട് പോലും സംസാരിക്കാൻ മടിയായിട്ട് ഉൾവലിയുന്നത്. അല്ലാതെ മനസ്സിൽ കള്ളോ കപടോ ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അവർ താമസത്തിന് വന്നോടൻ തന്നെ തൊട്ടയൽപക്കക്കാർ ഇങ്ങോട്ട് വന്ന് പരിചയപ്പെടും. അത് നമ്മുടെ ഒരു ചിരിച്ച മുഖം, ഒരു പുഞ്ചിരിയുടെ മുഖം കണ്ടാലേ അവർക്ക് അങ്ങനെ വന്ന് പരിചയപ്പെടാൻ തോന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. കാരണം ചിലയിടത്ത് ഓണർമാർ അവരുടെ വീട് വാടകക്കാരെ ഏൽപ്പിച്ചിട്ട് അവർ ചിലപ്പോൾ വിദേശത്തായിരിക്കും. ചില ആൾക്കാർ ഓണർ വീട് കൊടുത്തിട്ട് അവർ കുറച്ച് അകലെ മാറിയായിരിക്കും താമസിക്കുന്നത്. അത് ചിലപ്പോൾ ഒറ്റപ്പെട്ട വീടായിരിക്കും, ആരും ഒന്നും മിണ്ടാനോ പറയാനോ എടുക്കാനോ ഇല്ലാതെ. അങ്ങനെയല്ല, തീരെ കൊച്ചു കുഞ്ഞുങ്ങളുമായിട്ട് താമസിക്കുന്നവർ ഇച്ചിരി ഒരു ആൾവാസം ഉള്ളിടത്ത് താമസിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒരു കൊച്ചുങ്ങൾക്കൊന്നും വയ്യാതായി, കൊച്ചുങ്ങളുടെ അച്ഛന് ഓടിയെത്താൻ പറ്റിയില്ല, നമ്മുടെ തൊട്ടയൽപക്കത്ത് നല്ല സൗഹൃദങ്ങളുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവരെ വിളിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു തൊട്ടടുത്ത് താമസിക്കുന്നവരുമായിട്ട് ഒരു സൗഹൃദം എപ്പോഴും ഈ വാടകയ്ക്ക് താമസിക്കുന്നവരും ഉണ്ടാക്കിയെടുത്താൽ അത് നല്ല കാര്യമാണ്. ഒരുപാട് സൗഹൃദത്തിന് പോകണ്ട, ചിലപ്പോൾ അത് പിണക്കത്തിന് ഇടവയ്ക്കും, ഒരു മീഡിയത്തിന്. കാരണം നമ്മൾ ഒരു സ്നേഹം ഉള്ളവരാണ് നമ്മളെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം, തിരിച്ച് അവരും അതുപോലെ നമ്മളോട്. അപ്പോൾ അവർക്ക് ഒരു സന്തോഷമൊക്കെ വരും. നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാഴികേണ്ടെന്ന് അവർ പെട്ടെന്ന് ഓടി വരാനായിട്ട് അവർക്ക് മനസ്സുണ്ടാകും. മതിയായ രേഖകൾ കാര്യങ്ങളൊക്കെ ഇവരെവിടെയുള്ളവരാണ്, ഇവർ വേറെ ഇവിടെ താമസിച്ചിട്ടുണ്ട്, ഇതൊക്കെ ഇനിയുള്ള കാലത്ത് വാടക വീട് കൊടുക്കുന്നവരും എടുക്കുന്നവരും ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ആദ്യമേ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വാടക വീടെടുക്കുമ്പോൾ അവിടെ ആവശ്യത്തിന് വെള്ളമുണ്ടോ, സൗകര്യങ്ങളുണ്ടോ, നല്ല വഴിയുണ്ടോ, നല്ല ചുറ്റുപാടാണോ, ഇതൊക്കെ നോക്കിയിട്ടേ വീടെടുക്കാവൂ. ഈ കാട് പരിസരങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഓണറോട് ചെല്ലുമ്പോഴേ പറയണം, ഇതൊക്കെ വെട്ടി വൃത്തിയാക്കി തരണം. നമ്മളതിനാണല്ലോ അവർക്ക് പൈസ കൊടുക്കുന്നത്. ഇഴജന്തുക്കളുടെയൊക്കെ ശല്യം ഉണ്ടെന്നുള്ള ഒരു പരിസരം കാണുമ്പോൾ തോന്നുമല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓണറോട് ആദ്യമേ പറയണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം, കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സൗഹൃദം പോലിരിക്കും തിരിച്ച് നമ്മൾ താമസിക്കുന്നതിൻ്റെ ആ പരിസരത്തുള്ളവർ നമ്മളോട് ഇടപെടുന്നത്. ഒരു വയ്യാഴികയായാലും അയൽക്കാർക്ക് ഓടി വരാൻ തോന്നും. അവർ പറയും, നല്ല വീട്ടുകാരാ, നമ്മൾ നടന്നു പോകുമ്പോൾ തന്നെ പറയും, നല്ല വീട്ടുകാരാ കേട്ടോ, എല്ലാവരോടും സ്നേഹമൊക്കെ ഉള്ളവർ എന്ന് പറയിക്കണം. അല്ലാതെ ആരോടും മിണ്ടാതെ വലിയ വലിയ വീടുകളെടുത്ത് താമസിച്ചിട്ട് പിന്നെ ഒരു വയ്യാഴിക വന്നാൽ പോലും ആരെയും വിളിക്കാൻ ഒക്കാതെ കിടന്ന് വെപ്രാളം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് നല്ല ചുറ്റുപാടുകളുണ്ടെങ്കിൽ എല്ലാവരോടും സൗഹൃദമായിട്ട് സ്നേഹമായിട്ട് മിണ്ടാവുന്നതേ ഉള്ളൂ.
പലരും വാടക വീടെടുത്ത് അതിനകത്ത് 4 ചുവരുകൾക്കുള്ളിൽ ഗേറ്റും അടച്ചു പൂട്ടി ഒരു സൗഹൃദത്തിന് തുടങ്ങാതെ പിന്നെ ഉൾവലിയുകയാണ് ചെയ്യുന്നത്. ഞാൻ റെൻ്റ് ഹൗസിലൊക്കെ താമസിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ താമസിച്ചിട്ടുള്ളതിൻ്റെ പരിസരത്തുള്ള എല്ലാവരോടും ഞാൻ മിണ്ടി സ്നേഹത്തിൽ ഒക്കെയാണ്. കാരണം എന്നോട് ഇങ്ങോട്ട് മിണ്ടിയില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് മിണ്ടി ഇവിടത്തുകാരാണോ എന്താണ് എന്നൊക്കെ ചോദിക്കുക. അതുകൊണ്ട് തന്നെ ഞാൻ താമസിക്കുന്നതിൻ്റെ ഏരിയയിൽ എല്ലാവർക്കും ഏകദേശം എന്നെ അറിയായിരിക്കും. എല്ലാവരോടും ചിരിച്ച് ഞാൻ ഒരു സൗഹൃദം സ്ഥാപിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കും. എപ്പോഴും വാടക വീട് എടുക്കുന്നവരും കൊടുക്കുന്നവരും എല്ലാം. പിന്നെ ഈ ചില വീടിൻ്റെ ഓണേഴ്സ് ആണെങ്കിൽ വാടക വീടും കൊടുത്തിട്ട് ഇപ്പോൾ പിന്നെ GPay സംവിധാനം ഉള്ളതുകൊണ്ട് വാടക അങ്ങനെ അയച്ചു കൊടുക്കും. ഇങ്ങോട്ട് ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നവരെ പോയി ഒന്ന് ശ്രദ്ധിക്കുക, അവരുടെ കാര്യങ്ങൾ ഇതൊന്നും പിന്നെ ശ്രദ്ധിക്കാതിരിക്കുന്നവരുമുണ്ട്. ഈ വന്ന കാലത്ത് വീട് കൊടുക്കുക മാത്രമല്ല എടുക്കുന്നവരും ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു കുഞ്ഞിൻ്റെ ഒരു കാര്യം വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.